LDFിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റ ജാഥകൾ എന്തായാലും പര്യടനം തുടരുകയാണ്. അതിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന LDFിന്റെ വടക്കൻ മേഖലാ ജാഥ ഇപ്പോൾ കോഴിക്കോട് വടകരയിൽ എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വടകരയിൽ ആവേശോജ്വല സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിച്ചത്. പൊതുയോഗത്തിലടക്കം വലിയ ജനാവലിയാണ് അണിനിരുന്നത്. PV കുട്ടൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. കുട്ടൻ, എങ്ങനെയാണ് ഈ വടക്കൻ മേഖലാ ജാഥയുടെ പര്യടനം തുടരുന്നത്? വടക്കൻ മേഖലാ ജാഥയ്ക്ക് വളരെ ആവേശകരമായ വരവേൽപ്പാണ് ഓരോ കേന്ദ്രങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും കോഴിക്കോട് ജില്ലയിലാണ് ജാഥ പര്യടനം നടത്തുന്നത്. രാവിലെ പേരാമ്പ്രയിലായിരുന്നു. രാവിലെ ജാഥ എത്തുമ്പോൾ തന്നെ 11 മണിയായിരുന്നു. ആ സമയത്ത് കനത്ത ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് 10,000 പേരാമ്പ്രയിൽ സ്വീകരണത്തിൽ അണിനിരന്നു. അതിനുശേഷം നാദാപുരം മണ്ഡലത്തിലെ കല്ലാച്ചിയിലായിരുന്നു. അവിടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട നിരവധി പേർ, വലിയ ജനാവലി തന്നെയായിരുന്നു നാദാപുരത്തും ജാഥയെ വരവേൽക്കാൻ വേണ്ടി എത്തിയത്. അതിനുശേഷം കുറ്റ്യാടി മണ്ഡലത്തിലെ ആയഞ്ചേരിയിലും 10,000 അണിനിരുന്നു. ഇപ്പോൾ ജാഥ വടകരയിൽ, ഇന്നത്തെ സമാപന കേന്ദ്രമായ വടകരയിലേക്ക് എത്തിയിരിക്കുകയാണ്. വടകര നഗരത്തിൽ വെച്ച് ജാഥയെ ഈ സമ്മേളന നഗരിയിലേക്ക് ആനയിക്കുകയായിരുന്നു. ആ ഘട്ടം മുതൽ തന്നെ ഈ റോഡിന് ഇരുവശവും ആയിരക്കണക്കിന് ആൾക്കാർ ജാഥയെ കാണാനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടിയും വലിയ ജനസഞ്ചയമാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. കോഴിക്കോട് LDFിന് വലിയ ബഹുജന അടിത്തറയുള്ള മേഖലകളിലൂടെയാണ് ജാഥ ഇന്ന് പര്യടനം നടത്തുന്നത്. നാളെയും ജാഥ കോഴിക്കോട് ജില്ലയിലാണ് പര്യടനം നടത്തുക.